അപ്പോൾ ഇന്ന് ട്രിവാൻഡ്രത്ത് നമുക്കൊരു എക്സാം ഉണ്ട്. അയ്യോ ഞങ്ങൾക്കല്ല, ദേ അറ്റത്തിരിക്കുന്ന ആൾക്കൊരു എക്സാം ഉണ്ട്. അപ്പോൾ ഞാനും ശ്രുതിയും കൂടെ കൂട്ടുപോയതാണ്. ഇത് നീ എടുക്കണം. എനിക്ക് ചിലരോട് ചിന്നക്കട റൗണ്ടിൽ ഇരിക്കുകയാണ്, ക്ലോക്ക് ടവറിലാണെന്ന് പറഞ്ഞപ്പോഴത്തേക്കും എനിക്ക് കുറച്ചിൽ വരുന്നു എന്നൊക്കെ കണ്ണിൽ 3 തുള്ളി കണ്ണീർ വെച്ച് അങ്ങനെ സ്ഥിരം ഹാങ് ഔട്ട്സിന് വരാമെന്ന് പറഞ്ഞാൽ ഞങ്ങളെ പറ്റിക്കുന്ന കൺവിൻസിങ് സ്റ്റാറായ യൂട്യൂബറെ ഞങ്ങൾ പറ്റിച്ച കഥ കേട്ടോ ഇപ്പോൾ കേട്ടത്. പിന്നെ നമ്മൾ നേരെ എക്സാം നടക്കുന്ന നിർമ്മല ഭവനിലേക്ക് പോയേ. അങ്ങനെ ശ്രദ്ധയെ നമ്മൾ കയറ്റി വിട്ടിട്ട് പിന്നെ ഞങ്ങളുടെ സ്ഥിരം പരിപാടി 2 മണിക്കൂർ ഞങ്ങൾക്ക് അവിടെ തെണ്ടിത്തിരിയാനുണ്ട്. അങ്ങനെ കവടിയാറ് ഫുള്ള് ഒന്ന് എക്സ്പ്ലോർ ചെയ്യാമെന്ന് തീരുമാനിച്ചു. ഫുഡിൻ്റെ ബോർഡ് കണ്ട ഈ 2 നിൽക്കുമെന്നുള്ളതുകൊണ്ട് ഞാൻ ഇതുങ്ങളെ മുമ്പേ അങ്ങ് വിട്ടിട്ടുണ്ട്. അങ്ങനെ ഭയങ്കര അന്താരാഷ്ട്ര കാര്യങ്ങൾ ചർച്ച ചെയ്തുകൊണ്ടാണ് നടക്കുന്നത്. വെറുതെയാണ് ക്യാമറ ഓൺ ചെയ്യുന്ന കണ്ടിട്ട് ചുമ്മാ കിടന്ന് ആക്ഷൻ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു കാര്യമില്ല ഈ സംസാരിക്കുന്നതിലൊന്നും. അങ്ങനെ നമ്മൾ കവടിയാറുള്ള ദ ബർഗർ കിച്ചണിലാണ് ഫുഡ് കഴിക്കാൻ കയറിയത്. അങ്ങനെ അവിടുന്ന് 3 ബർഗറൊക്കെ ഓർഡർ ചെയ്ത് പിന്നെ സ്ഥിരം പണി കൂട്ടത്തിൽ ഒരാളെ ഏറി കയറ്റുക എന്നുള്ളതാണ്. ഇപ്പോൾ ഈ ഏറി കയറ്റിക്കൊണ്ടിരിക്കുന്ന എന്നെയാണ്. കുറച്ച് കഴിയുമ്പോൾ ഇവർ 2 പേരും കയറും. അങ്ങനെ നമ്മുടെ ഫുഡൊക്കെ വന്നു. നല്ല അടിപൊളി ബർഗറായിരുന്നു. പിന്നെ ഫുഡ് വന്നു കഴിഞ്ഞാൽ ഞാൻ വീഡിയോ എടുത്ത് കഴിഞ്ഞ് കഴിക്കാവൂ എന്നുള്ളത് കൊണ്ട് വീണ്ടും എന്നെ തന്നെയാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഫുഡ് റിവ്യൂ പറയാൻ വേണ്ടി യൂട്യൂബർ ബർഗർ എടുത്തിട്ടുണ്ട്. നല്ല ബർഗർ തന്നെയായിരുന്നു, അടിപൊളിയായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾക്ക് ദഹിച്ചപ്പോൾ ഞങ്ങളൊരു ലൈമ് മേടിച്ച് കുടിച്ചു. പിന്നെ നമ്മൾ അവിടെ അടുത്തുള്ളൊരു പാർക്കിൽ പോയി. ഇതേ പാർക്കിലോട്ട് കയറുന്നതിന് മുമ്പ് അവിടുത്തെ ഇൻസ്ട്രക്ഷൻസൊക്കെ വായിച്ചു നോക്കിയിട്ടാണ് കേട്ടോ കയറുന്നത്. എന്ത് നല്ല കുട്ടികൾ. അവിടെ കയറി അതിലെന്തൊക്കെ ചെയ്യരുത് എന്നുണ്ടെങ്കിൽ അതെല്ലാം ചെയ്തിട്ട് വരാനാണ് ഈ വായിച്ചത്. പിന്നെ കുറേ റീൽസും ഇങ്ങനെ കുറേ പരിപാടികളും ഒക്കെ നടത്തിയിട്ട് നമ്മൾ തിരിച്ച് സ്കൂളിൽ ചെന്ന് ശ്രദ്ധയെ പിക്ക് ചെയ്തിട്ട് നമ്മളിതേ റെയിൽവേ സ്റ്റേഷനിലെത്തി. അങ്ങനെ ശ്രുതിമോൾ തിരിച്ച് ഹോസ്റ്റലിൽ പോയി. നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോവാണ്. ബായ്.